ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞങ്ങളുടെ കുറേ നാളത്തെ ഒരു ആഗ്രഹമാണ് കേട്ടോ ഇന്ന് നടക്കാൻ പോകുന്നത്. അതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. നേരെ പെട്ടിയൊക്കെ കുറേ ദിവസത്തെ പാക്കിങ്ങിന് ശേഷം കുറേയൊക്കെ വണ്ടിയിൽ കിട്ടി ലാസ്റ്റ് ഭാഗമായിരുന്നു അത്. എല്ലാം കൂടെ പാക്ക് ചെയ്തു. നേരെ വർക്കല റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തി. അമ്മ, അച്ഛൻ, അനിയൻ, രണ്ടമ്മമാരുണ്ടായിരുന്നു. അനിയൻ എല്ലാവരുമായിട്ട് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകുന്നുണ്ട്. കാര്യമായ ഉപദേശം എനിക്കും ചേട്ടനും ഒക്കെ തരുന്നുണ്ട് എല്ലാവരും. ഇടയ്ക്കൂടെ കേൾക്കാൻ ഞാൻ ആ വോയിസ് മ്യൂട്ട് ചെയ്തിട്ടില്ല. അങ്ങനെ ലഗേജ് എല്ലാം റെയിൽവേ സ്റ്റേഷനിൽ അങ്ങനെ ഇതതിൻ്റെ ട്രെയിനായിരുന്നു. കുറച്ച് ലേറ്റായിരുന്നു, 12 മണിയായിട്ടാണ് എത്തിയത്. ഞങ്ങളും കുറച്ച് ലേറ്റായിരുന്നു, കാരണം ഞങ്ങൾക്ക് ലോക്കറിലൊക്കെ പോയി കുറച്ച് സാധനങ്ങളൊക്കെ വെക്കേണ്ടതായിട്ടുള്ള ആവശ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങളും പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് ലേറ്റ് ആവണേ എന്ന്. കാരണം എന്നാലും ഓടിപ്പിടിച്ച് എത്താൻ പറ്റും, അല്ലെങ്കിൽ ഓടിപ്പിടിച്ച് പെട്ടെന്ന് കയറേണ്ട ഒരു അവസ്ഥ വരും. 12 മണിയായപ്പോഴത്തേന് ട്രെയിനൊക്കെ വന്നു. ലഗേജൊക്കെ അച്ഛനും അനിയനും കൂടെ ഒക്കെ ആയിട്ട് വണ്ടിയിൽ ട്രെയിനകത്ത് കയറ്റിയിൽ തന്നു. പിന്നെ ഇമോഷണലി ഭയങ്കര വീക്കായിരുന്നു എല്ലാവരും. അമ്മമാർ രണ്ടുപേരും കരഞ്ഞു, എല്ലാവരും കരഞ്ഞു. പിന്നെ എന്നാൽ ഞാനും വല്ലാണ്ട് കുറേ മൂഡ് ഓഫ് ആയിരുന്നു കുറേ നേരത്തേക്ക് ട്രെയിനിനകത്ത്. ഞാൻ ട്രെയിനിനകത്ത് കല്യാണം കഴിഞ്ഞതിന് ശേഷം പണ്ടെപ്പോഴോ ചെയ്തിട്ടുണ്ടെങ്കിലും കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് കൊല്ലം ടു വർക്കല വരെയെങ്കിലും ട്രെയിനകത്ത്, അതും മെമ്മൂല് പോയിട്ടുള്ളത്. അല്ലാതെ ഞാൻ ലോങ് എങ്ങും പോയിട്ടുമില്ല. കാറിലാണ് കൂടുതൽ എങ്ങോട്ടേക്ക്, അതും ലോങ് എങ്ങും പോകാറില്ല. പോകുന്നത് ഇത് ആദ്യമായിട്ടാണ് ഇത്രയും ലോങ് ഒരു ട്രിപ്പല്ല, ലോങ് ആയിട്ടൊരു സ്ഥലത്തോട്ട് ജീവിക്കാൻ പോണത്. അതിൻ്റേതായ പേടിയുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. ട്രെയിനകത്ത് കയറിയപ്പോഴും ഞാൻ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ എനിക്ക് കിടക്കണം. കാരണം ഇമോഷണലി ഞാൻ ഒട്ടും സ്റ്റേബിൾ അല്ലായിരുന്നു. എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു നാട് വിട്ടു പോരുന്നതിൻ്റെയും. ഇനി പഠിക്കാൻ കുറച്ച് നാളത്തേക്ക് ബ്രേക്ക് വരും. പിന്നെ അമ്മ, അനിയൻ എല്ലാവരെയും കാണാതിരിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട്, മറ്റൊരു സ്ഥലത്ത് പോയി എങ്ങനെ ആയിരിക്കും ആർമി ജീവിതം, ഒരു പറഞ്ഞു കേട്ടതിൻ്റെ പേടി, ടെൻഷൻ എല്ലാം ആയിട്ടാണ് ഞാനിങ്ങനെ ആകെ ഡൗണായിട്ട് കയറിയപ്പോഴേ കിടന്നു. പിന്നെ കുറേ ടൈം ഇങ്ങനെ എന്തൊക്കെയോ ആലോചിച്ചു എടുത്തു, ഇങ്ങനെ കിടന്നു. പിന്നെ കുറേ സമയം കഴിഞ്ഞ് എൻ്റെ വിഷമം കണ്ടിട്ട് ചേട്ടൻ പറയുമ്പോൾ നമുക്ക് പുറത്ത് പോയി അവിടെ നിൽക്കാം, കാഴ്ചകൾ കാണാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടു. പിന്നെ ഉച്ചയ്ക്ക് പൊതിച്ചോറ്, രണ്ടമ്മമാരുടെ സ്നേഹപ്പൊതിയാണ് കേട്ടോ ഇത്. മീൻ പൊരിച്ചതും മുട്ടയപ്പവും ചമ്മന്തിയും തോരനും എല്ലാം കൂടി നല്ല അടിപൊളിയായിട്ട്, വേറെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു കേട്ടോ എല്ലാം. ഞാൻ എല്ലാം വിട്ടുപോയി ഇപ്പം. അപ്പം എല്ലാം കൂട്ടി നല്ല കുശാലായിട്ട് ഞങ്ങൾ ഫുഡ് കഴിച്ചു. വയറ് നിറച്ച് കുമ്പ് നിറച്ച് ചോറ് കഴിച്ചു എന്ന് പറയുമല്ലോ, നല്ല കുമ്പ് നിറച്ച് നല്ല രീതിയിൽ ചോറൊക്കെ കഴിച്ചു. പിന്നെ അതിനുശേഷം എല്ലാവരും കിടക്കാനൊക്കെ ആയിട്ട് നിന്നതുകൊണ്ട് പിന്നെ നമ്മളും അങ്ങ് കിടന്നു. നമുക്കും പിന്നെ ഫുഡ് കഴിച്ച് കിടക്കണമെന്നില്ലായിരുന്നു. പിന്നെ എല്ലാവരും കിടക്കുന്ന കണ്ടപ്പം കിടക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ ചേട്ടൻ എനിക്ക് വിരിച്ചൊക്കെ തന്നു. വിരിച്ച് തന്നത് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് അത്രയും നീളമില്ലാത്തത് കൊണ്ട് തന്നെ മുകളിലോട്ട് വിരിക്കാൻ പാടായിരുന്നു. അപ്പം ചേട്ടൻ വിരിച്ച് എല്ലാമൊക്കെ സെറ്റാക്കി തന്നു. പിന്നെ ഡൗൺലോഡ് ചെയ്ത് വെച്ചേക്കുന്ന സിനിമയൊക്കെ കണ്ട് അങ്ങനെ സമയം പോക്കി കേട്ടോ. പിന്നെ എന്നെ സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും വലിയൊരു ഡിഫിക്കൽട്ട് ടാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാത്റൂമിൽ പോക്കായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ആഫ്റ്റർ മാരേജ് മാത്രമല്ല ഞാൻ തിരുവനന്തപുരം മുതൽ അതായത് കൊല്ലം വരെ യാത്ര ചെയ്തിട്ടുള്ളൂ. അപ്പം ആ ഒരു ജനൽ കയറുമ്പോൾ തന്നെ ബാത്റൂമിൻ്റെ സ്മെല്ലും അവിടുത്തെ ആ ഒരു ഇതുകൊണ്ട് എനിക്ക് ആ ഒരു ടെൻഷൻ നല്ല രീതി ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ചേട്ടനോട് ചോദിക്കുമ്പോൾ ചേട്ടൻ പറയുന്നത് അതൊന്നും ഒരു വിഷയമല്ല, അതൊന്നും അങ്ങനെ ഒരു പ്രശ്നമൊന്നും ഇല്ല. ഇതിനി AC കമ്പാർട്ട്മെൻറ്റ് ആയതുകൊണ്ടാണോ എന്തോ എനിക്കറിയില്ല. നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ബാത്റൂമാണ്. ഇന്ത്യയിലായാലും യൂറോപ്പിനായാലും നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. ഈ പറയുന്ന പോലെ ട്രെയിനിൽ അധികം യാത്ര ചെയ്ത് ശീലമില്ലാത്തതുകൊണ്ട് തന്നെ കുലുക്കം എനിക്ക് ഭയങ്കര പേടിയാണ്. ഈ പറയുന്ന പോലെ ഡോർ രണ്ടും ഓപ്പണാക്കി ഇട്ടേക്കുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങുമ്പോഴത്തേന് വീഴുമോ എന്നുള്ളൊരു പേടി എനിക്കുണ്ടായിരുന്നു. ഒരു വട്ടം മാത്രമേ ഞാൻ ചേട്ടൻ്റെ സഹായം തേടിയിട്ടുള്ളൂ. ബാക്കി എല്ലാ സമയത്തും രാത്രിയിലായാലും ഞാൻ ഒറ്റയ്ക്ക് പോകാൻ ശീലിച്ചു. അതുപോലെ തന്നെ ചേട്ടൻ ഉറങ്ങുന്ന ടൈമിൽ ടീ ആൻഡ് കോഫി എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്നാക്സ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പോലും ഞാൻ എനിക്കറിയാവുന്ന ലാംഗ്വേജ് വെച്ചും എനിക്കറിയാവുന്ന ഹിന്ദി വെച്ചും ഗൂഗിൾ ട്രാൻസ്ലേഷൻ ഉപയോഗിച്ചും അവരോട് സംസാരിച്ചു, സാധനങ്ങൾ വാങ്ങി കഴിച്ചു. എന്നെ സംബന്ധിച്ച് അതൊക്കെ വലിയ കാര്യമാണ്, പ്രൗഡാണ്. കാരണം എന്ന് വെച്ചാൽ മറ്റൊരു നാട്ടിലോട്ട് ഞാൻ ഇതുവരെയും അത് ടൂർ ആയിട്ട് ഞാൻ വന്നിട്ടുണ്ടെങ്കിലും അത് ടീച്ചേഴ്സും നമ്മുടെ ഫ്രണ്ട്സായിട്ടാണ് വന്നിട്ടുള്ളത്. അല്ലാതെ മറ്റൊരു നാട്ടിലോട്ട് ഞാൻ പോയിട്ടില്ല, അങ്ങനെ ട്രാവൽ ചെയ്തിട്ടില്ല. അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ് ഒറ്റയ്ക്ക് ഇതൊക്കെ എടുത്തു എന്നുള്ളത് വലിയൊരു കാര്യം തന്നെ എന്നെ സംബന്ധിച്ച്. നിങ്ങൾക്കിത് കേൾക്കുന്നവർക്ക് ഇത് അത്ര വലിയ കാര്യമാണോ എന്ന് തോന്നും, പക്ഷെ എന്നെ സംബന്ധിച്ച് വലിയൊരു കാര്യം കേട്ടോ.
അങ്ങനെ ട്രെയിൻ യാത്ര ഞങ്ങളുടെ കമ്പാർട്ട്മെൻറ്റിലുണ്ടായിരുന്ന 8 പേരോട് ഞങ്ങൾ നല്ല പരിചയം. അതിനകത്തൊരു എഴുത്തുകാരി ഉണ്ടായിരുന്നു, പിന്നെ ഒരു ഹിന്ദി നമ്മുടെ നാട്ടിലോട്ട് വരുന്നൊരു ചേട്ടൻ. എല്ലാവരും നമ്മുടെ ഇവിടെ ഞങ്ങൾ വരുന്നിടത്തോട്ട് തന്നെ വരാനുള്ളവരായിരുന്നു എല്ലാവരും. വഴിക്ക് വെച്ച് ഇറങ്ങിപ്പോകുന്ന ആരും ഇല്ലായിരുന്നു. പിന്നെ ഒരു അപ്പൂപ്പനും അമ്മൂമ്മ ഇടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു, പാവം. അവരുടെ രണ്ടുപേരുടെയും കമ്പാർട്ട്മെൻറ്റ് B1 B2 ആയി രണ്ടുപേരും ആയിപ്പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ അഡ്ജസ്റ്റ് ചെയ്തു, TTR അഡ്ജസ്റ്റ് ചെയ്തു, ഇതാക്കി. അപ്പം അവർ സേലം ഉള്ളവരായിരുന്നു. അപ്പം അവരുടെ സ്നേഹവും ഒക്കെ കണ്ടപ്പോൾ നമുക്ക് എന്തോ ഭയങ്കര സന്തോഷം തോന്നി. സ്നേഹിക്കുന്നെങ്കിൽ അങ്ങനെ സ്നേഹിക്കണം. കാരണം എന്താണെന്ന് പറയാം എനിക്കറിയില്ല. അമ്മമ്മയ്ക്ക് AC ഇരിക്കുന്നുണ്ട്, കാലൊക്കെ പെരുക്കുന്നുണ്ട്, അപ്പോൾ ഇങ്ങനെ തടവി കൊടുക്കുന്നതൊക്കെ കാണുമ്പോൾ നമ്മളൊരാളുടെ പ്രൈവസിയിൽ ഒരുപാട് ഇടപെടാൻ പറ്റില്ലല്ലോ. ഞാൻ ഇടയ്ക്കൊരു കുഞ്ഞൊരു ക്ലിപ്പ് അവസാനം ഞാൻ ആഡ് ചെയ്ത് കാണിക്കാം. ചേട്ടനാണ് അവരുടെ ബാഗ് ലഗേജൊക്കെ എടുത്ത് കയറ്റി വെച്ച് കൊടുക്കുകയും അത് തിരിച്ചിറങ്ങിയപ്പോൾ ഞാൻ ഉൾപ്പെടെ ചെന്നിറങ്ങി. അവർ തമിഴാണ്. അപ്പം സംസാരിക്കുകയും അത്രയും പ്രായം ചെന്ന് ഞാൻ എൻ്റെ അമ്മയോടും അച്ഛനോടും ഒക്കെ പറയുമ്പോൾ സ്നേഹിക്കുന്നതൊക്കെ അങ്ങനെ സ്നേഹിക്കണം. ചേട്ടനോടും പറഞ്ഞു, ചേട്ടാ നമുക്ക് ഇങ്ങനെ വേണം സ്നേഹിക്കുക എന്ന് വെച്ചാൽ നമ്മൾ കണ്ടിരുന്നു പോവും. പിന്നെ ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോഴത്തേക്ക് ഞാൻ അവിടെ എത്തിയിട്ട് കുറേ ദിവസങ്ങളുണ്ടായിരിക്കും, കാരണം കുറേ പെൻഡിങ് വീഡിയോസ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ എവിടെയാണ് ഞങ്ങൾ പോകണമെന്ന് പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ, സീ യു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ടാറ്റാ.